അപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ചോറിനുള്ള കറികൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടാലോ. അപ്പോൾ അതാ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകട്ടെ. അപ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് കറി ഉണ്ടാക്കിയിരുന്നത് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വരട്ടിയെടുത്തു കേട്ടോ. പിന്നെ വെള്ളരിക്ക് മാങ്ങയും ചക്കക്കുരു ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കിയിട്ടോ. ഇവിടെ ചിക്കൻ കറി വെച്ചാലും പിന്നെ വേറൊരു കറി എന്തായാലും വേണം കേട്ടോ. കാരണം ഏട്ടന് അങ്ങനെ ചിക്കൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ കരുതുന്നത് ചിക്കൻ വരട്ടും ചെയ്യാം, ചക്കുരി മാങ്ങയൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളരിക്കയും കൂട്ടിയിട്ട് ഒരു കറിയും വെക്കാമെന്ന് എഴുതിട്ടോ. അപ്പോൾ ഇതാ മറ്റാൾ കുറേ നേരമായിട്ടോ ചിക്കൻ ചോദിക്കുന്നുണ്ട് അമ്പാടി. അപ്പോൾ അമ്പാടിക്ക് ഞാൻ അതിനൊരു കഷ്ണം വേഗം എടുത്തെടുത്തു. അപ്പോൾ അമ്പാടി അങ്ങനെ എടുത്ത് വേഗം വായിക്കിട്ടു കേട്ടോ. ഞാൻ ആകെ പേടിച്ച് ചങ്കിൽ പോകുമെന്നുള്ളത്. പക്ഷേ കുറച്ച് നേരം ഒന്ന് ഇങ്ങോട്ട് ചമച്ചിട്ട് അത് അങ്ങനെ തന്നെ വായന്നെടുത്തു. അപ്പോഴേക്ക് പൂച്ചക്കുട്ടികളുടെ സൗണ്ട് കേട്ടപ്പോൾ എന്താ ആൾ കാട്ടിയെന്നറിയോ, ആ കഷ്ണം എടുത്തിട്ട് പൂച്ചക്കുട്ടികൾക്ക് ഇത് അങ്ങനെ പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പൂച്ചക്കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതാ 2-3 കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ മണം കേട്ടപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഫുള്ള് അടുക്കളേൻ്റെ ഭാഗത്തുണ്ടാവും പൂച്ചക്കുട്ടികൾ. കാരണം ഈ ഇറച്ചീൻ്റെയും മീൻ്റെയും മണം കേട്ടപ്പോൾ പിന്നെ ആ ഭാഗത്തു നിന്നാണ് പോകുക തന്നെ ചെയ്യട്ടോ. പിന്നെ അകത്തേക്ക് കയറും, കട്ടെടുത്ത് തിന്നൊന്നും ചെയ്യട്ടെ പൂച്ചകൾ. അങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനത്തെ ശീലങ്ങളല്ലാത്ത നല്ല പൂച്ചക്കുട്ടികളാട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുകൊടുത്താൽ മാത്രം കഴിക്കുന്നല്ലാതെ അകത്തേക്ക് കയറിയിട്ടൊന്നും എടുത്ത് കഴിക്കുക അങ്ങനത്തെ സ്വഭാവമൊന്നും ആ പൂച്ചക്കുട്ടികൾക്കില്ല കേട്ടോ. അപ്പോൾ അത് ആ മക്കൾക്ക് അവിടെ ചോറൊക്കെ വെച്ചെടുത്ത് അവർ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ 3 ആൾക്കും ഒരുമിച്ച് തന്നെ ഇട്ട് നിലത്ത് വെച്ചെടുത്ത് ചോറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ അടിപിടി കൂടിയാണ്. എന്തിനാണെന്നറിയോ, അമ്പാടിയുടെ ഇറച്ചി അപ്പൂസ് എടുത്തു പറഞ്ഞിട്ട്. പക്ഷേ അപ്പൂസ് എടുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഓന് എടുത്തിട്ടുണ്ടെന്നൊരു തോന്നൽ. അപ്പോൾ അപ്പൂസിനോട് ഞാൻ പറയാം അയക്കാൻ ഇട്ട് കൊടുക്കാൻ, ഞാൻ വേറെ ഇറച്ചി തരാമെന്ന്. കാരണം അല്ലെങ്കിൽ പിന്നെ അതിന് വറന്ന് കുറുമ്പ് പിടിച്ചോണ്ടിരിക്കട്ടെ അമ്പാടി. അപ്പോൾ ഞാൻ അതിന് ഒരു കഷ്ണം എടുത്തിട്ട് വേഗം അയക്കിട്ട് കൊടുക്കാൻ പറഞ്ഞു പ്ലേറ്റിക്ക്. എന്നിട്ട് ഞാൻ വേറെ തരാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിരിക്കട്ടെ. അടുത്ത വീഡിയോ